തിന്മയൊന്നും ചെയ്തിടാത്ത യേശുവല്ലോ നിന്റെ നന്മ. തിന്മയൊന്നും ചെയ്തിടാത്ത യേശുവല്ലോ നിന്റെ നന്മ. അവനുടയ്ക്കും അവൻ പണിയും നല്ല പാത്രമായി തൻഹിതം പോ. അവനുടയ്ക്കും അവൻ പണിയും നല്ല പാത്രമായി തൻഹിതം പോ. ആഴമാം വിശ്വാസത്താൽ ചേരും നേരമാനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല. ചേരും നേരം ആനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് ഇടപെടുന്നത് 99-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യമാണ്. അവൻ പരിശുദ്ധൻ എന്നിങ്ങനെ അവർ നിന്റെ മഹത്വം ഭയങ്കരവുമായ നാമത്തെ സ്തുതിക്കട്ടെ. ഓ ആമേൻ. ഈ വചനം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ എന്താണ് കാണാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ എന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളത് വാ തുറന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രഖ്യാപിക്കണം. ഇദ്ദേഹം പറയുകയാണ്, ജാതികൾ വിറയ്ക്കട്ടെ. ആമേൻ. കെരൂബുകളുടെ മധ്യേ വസിക്കുന്ന ആ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ മുമ്പിൽ ഭൂമി കുലുങ്ങട്ടെ. ആമേൻ. എൻ്റെ ദൈവത്തെക്കുറിച്ച് ജാതികൾ, അഹങ്കാരികൾ, ദുഷ്ടന്മാർ അതും ഇതും പറയാൻ അനുവദിക്കരുത്. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ മുമ്പിൽ അവർ വിറയ്ക്കണം. ദൈവത്തിൻ്റെ നാമത്തെ അവർ ദുഷിക്കരുത്. ദൈവത്തിൻ്റെ നാമത്തെ ഉച്ചരിക്കുമ്പോൾ അവർക്കൊരു ബഹുമാനം ഉണ്ടാകണം. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ലോക മനുഷ്യരെ ഈ കർത്താവിനെ കുറിച്ച് പറയുമ്പോഴും ഒക്കെ ഒത്തിരി ബഹുമാനത്തോടെ ആ നാമത്തെ ശ്രദ്ധിക്കുന്നത്. പക്ഷെ അത്രത്തോളം ബഹുമാനം ദൈവമക്കളുടെ ഇടയിൽ ഉണ്ടോയെന്ന് ചിലപ്പോൾ സംശയം തോന്നും. സ്തോത്രം. ഇവിടെ ഒരു ഭക്തൻ പറയാണ്, ജാതികൾ ദൈവത്തിൻ്റെ നാമത്തെ അതിനെ നിസ്സാരവൽക്കരിക്കരുത്, ഏതുമില്ലെന്ന് പറയരുത്. ഫറവോൻ ചോദിച്ചു, ഓ ആരോ യഹോവ എന്ന് പറയരുത്. അങ്ങനെ പറഞ്ഞ ഫറവോൻ എത്ര വട്ടം ഞെട്ടി, എത്ര വട്ടം വിറച്ചു. യെസ്, നിന്റെ ദൈവത്തെ കുറ്റം പറയുന്നവർ, കളിയാക്കുന്നവർ, അവരൊക്കെ ഭയപ്പെടുന്ന നിലകളിൽ ദൈവം തന്നെ മഹത്വം വെളിപ്പെടുത്തട്ടെ. അപ്പോൾ ഈ പ്രാർത്ഥന മനുഷ്യൻ പറയുകയാണ്, അവൻ പരിശുദ്ധൻ എന്നിങ്ങനെ അവർ നിന്റെ മഹത്വവും ഭയങ്കരമായ നാമത്തെ സ്തുതിക്കട്ടെ. രാജേഷിന്റെ ദൈവം എത്ര വലിയ ദൈവം! ഈ സഹോദരന്റെ ദൈവം എത്ര വലിയ ദൈവം! അവൻ എത്ര വിശുദ്ധൻ, അവൻ എത്ര മഹത്വമുള്ളവൻ, എത്ര അത്ഭുതം, സൂപ്പർ നാച്ചുറലായ ദൈവം എന്ന് പറയട്ടെ. നിന്റെ ദൈവത്തെക്കുറിച്ച് സമൂഹം പറയട്ടെ. ഞാൻ അപ്പോൾ തന്നെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കൂടെ ഒന്ന് ഇറങ്ങി സംസാരിച്ചോട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് പറയണം. നിങ്ങളുടെ മക്കളിൽ കാണാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ പറയണം. നിങ്ങളുടെ തലമുറയിൽ കാണാൻ ആഗ്രഹിക്കുന്നത് അതെ നിങ്ങൾ പറയണം. നിങ്ങളുടെ സഭയിൽ കാണാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ പറയണം. നിങ്ങളുടെ ദേശത്ത് കാണാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ പറയണം. നിങ്ങളുടെ കുടുംബത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ പറയണം. സ്തോത്രം. അബ്രഹാമിൻ്റെ ഒരു വിശ്വാസം കണ്ടിട്ടില്ലേ? ഇല്ലാത്തതിനെ
ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവൻ. എൻ്റെ ദൈവം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനാണെങ്കിലും ഞാനും വിളിച്ചു വരുത്തുന്ന അവൻ്റെ നാമത്തെ വിളിച്ചു വരുത്തും. വെളിച്ചം ഉണ്ടാകട്ടെ, നക്ഷത്രങ്ങൾ ഉണ്ടാകട്ടെ. ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന ശബ്ദമാണ് ഉൽപ്പത്തി 1:1 മുതൽ നമ്മൾ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തതിനെ നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ പറ, ഉണ്ടാകട്ടെ. പക്ഷേ അത് പുതിയ നിയമത്തിൽ വരുമ്പോൾ ആ ദൂതിന് പ്രസക്തിയുണ്ടോ? ഉണ്ട്. ലേഖനം എഴുതുമ്പോൾ തുടക്കം പറയുന്നത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് കൃപയുണ്ടാകട്ടെ, നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകട്ടെ. യെസ്, നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആവശ്യമുള്ളത്, നിങ്ങൾ തന്നെ നിങ്ങളുടെ നാവുകൾ കൊണ്ട് അതിനെ കൽപ്പിക്കുക. ഉറപ്പായിട്ടും ഇന്നതൊരു കൽപ്പനയാണെങ്കിൽ നാളെ അത് നിങ്ങളുടെ മുൻപിൽ കാണുന്ന നിലയിൽ മുമ്പിൽ നടക്കും. പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെയോ പുതിയത് നിങ്ങളുടെ അത്തരം സൃഷ്ടിക്കുന്നതാണ്. സദൃശവാക്യങ്ങൾ പറയുന്ന അതാണ്, അധരത്തിൻ്റെ ശക്തി വെളിപ്പെട്ടു വരട്ടെ. അതുകൊണ്ട് തിന്മ പറയരുത്, നന്മ തന്നെ പറയുക. താഴ്ച പറയാതെ ഉയർച്ച തന്നെ പറയുക. പരാജയം പറയാതെ ജയം തന്നെ പറയുക. നിങ്ങളുടെ പരാജയങ്ങളും തോൽവികളെല്ലാം ദൈവം ഇന്ന് പറഞ്ഞ് ജയമെടുത്ത ശേഷം ആമേൻ ഉച്ചത്തിൽ നിങ്ങളുടെ സാഹചര്യത്തോടെ നിങ്ങൾ അത്ഭുതങ്ങളെ കുറിച്ച് പറയുക. യെസ്, നിങ്ങളുടെ കുടുംബം മുഴുവൻ അത്ഭുതങ്ങളുടെ വാക്കുകളാൽ നിറഞ്ഞു തുളുമ്പട്ടെ, സന്തോഷത്തിൻ്റെ വാക്കുകളാൽ നിറഞ്ഞു തുളുമ്പട്ടെ. പല കുടുംബത്തിനകത്ത് നിരാശകൾ താളം തല്ലിക്കിടക്കുന്നു, നിറഞ്ഞു നിൽക്കുന്നു. അതിന്ന് കർത്താവ് മാറ്റുന്നു. നിന്റെ കുടുംബത്തിനകത്തേക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവം ഉണ്ടാകുന്നു. അന്തരീക്ഷങ്ങൾ മാറുന്നു. കർത്താവ് വീണ്ടും പറയുന്നു, അന്തരീക്ഷങ്ങൾ മാറുന്നു. നിന്റെ കുടുംബത്തിനകത്ത് നിൽക്കുന്ന ചില ദുഃഖത്തിൻ്റെയും നിരാശയുടെ, ചില പ്രിയപ്പെട്ടവർ മരിച്ചത് നിമിത്തം നിന്റെ കുടുംബത്തിനകത്ത് നിലനിൽക്കുന്ന ചില ദുഃഖത്തിൻ്റെ, വേദനയുടെ, ചില പ്രിയപ്പെട്ടവർ നിന്നെ വിട്ട് വിദൂരങ്ങളിലേക്ക് പോയ നിമിത്തം നഷ്ടത്തിൻ്റെ ചില ദുഃഖങ്ങൾ നിന്റെ അകത്ത് നിൽക്കുന്നു. അത് മാറട്ടെ. സ്തോത്രം. ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും വിളിച്ചു വരുത്തുക. അതെ, കാണാൻ ആഗ്രഹിക്കുന്നത് പറയുക. പ്രാർത്ഥിക്കാം നമുക്ക്. യേശുവേ, ഇന്ന് നൽകിയ നല്ല വചനത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ. കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ നാവുകൾ സൃഷ്ടിക്കുന്നതാകിയാൽ സ്തോത്രം ചെയ്യും. ജീവനെ മരണവും നാവിൻ്റെ ആകിയാൽ ഞങ്ങൾ നന്ദി പറയും. കർത്താവെ, ഞങ്ങൾ എന്തെല്ലാം ആകണമെന്ന് ആഗ്രഹിക്കുന്നു അതെല്ലാം പറയുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ സഹായിച്ചാട്ടെ. ഇനി വചനം കേൾക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ എല്ലാ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറ്റുന്നു. കർത്താവെ, അവർ പ്രത്യാശയുടെ വാക്കുകൾ സംസാരിക്കട്ടെ. എല്ലാ നിരാശകൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ പ്രത്യാശ ഉണ്ടാവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ധൈര്യമുണ്ടാവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വെളിച്ചമുണ്ടാവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇരുളുകൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഓരോ വ്യക്തി അനുഗ്രഹിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവേ, ജനത്തെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അവരെ ബ്ലസ് ചെയ്യുന്നു. കർത്താവേ, അവരുടെ കുടുംബത്തിനകത്ത് വേണ്ടതെല്ലാം നിറയട്ടെ, കളപ്പുരകൾ നിറയട്ടെ. അവരുടെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്നു, ഉയർത്തുന്നു. ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹവും സുരക്ഷിതമായിരിക്കണമേ. പോകുന്നിടത്തെല്ലാം കൃപ കൂടിയിരിക്കണമേ, യേശുവിൻ നാമത്തിൽ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് കൂടെയുണ്ട്.